തിരുവനന്തപുരം പാങ്ങോട് ആർമി ക്യാമ്പിൽ നിന്നും കാണാതായ ആനക്കൊമ്പുകൾ കണ്ടെത്തി. ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച സംഭവമായിരുന്നു പാങ്ങോട് ആർമി ക്യാമ്പിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകൾ മോഷണം പോയത്. ആർമി ക്യാമ്പിലെ മെസ്സിൽ സൂക്ഷിച്ചിരുന്ന 2 ആനക്കൊമ്പുകളാണ് കാണാതായത്. സൈനിക കേന്ദ്രത്തിനുള്ളിലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ഇവ അപ്രത്യക്ഷമായത് സൈനിക ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ആനക്കൊമ്പ് കാണാതായ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് മിലിറ്ററി ഇന്റലിജൻസും ലോക്കൽ പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ ഈ ആനക്കൊമ്പുകൾ ക്യാമ്പ് പരിസരത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ചില സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. സുരക്ഷാ വീഴ്ചയാണോ അതോ ആരെങ്കിലും കടത്താൻ ശ്രമിച്ചതാണോ എന്നതായിരുന്നു പ്രധാനമായും പരിശോധിച്ചത്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ആനകളെ ഷെഡ്യൂൾ 1 വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനക്കൊമ്പ് കൈവശം വയ്ക്കുന്നത് അതീവ ഗൗരവമുള്ള കുറ്റമായി കണക്കാക്കുന്നു. ഇനി ആർക്കെല്ലാം ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ നിയമപരമായി അവകാശമുണ്ടെന്ന് നോക്കാം. 1. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉള്ളവർ. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ അല്ലെങ്കിൽ സർക്കാർ അനുവദിച്ച പ്രത്യേക സമയപരിധിക്കുള്ളിലോ തങ്ങളുടെ കൈവശമുള്ള ആനക്കൊമ്പ് വെളിപ്പെടുത്തുകയും വനം വകുപ്പിൽ നിന്ന് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുകയും ചെയ്തവർക്ക് അത് കൈവശം വയ്ക്കാം. 2. പാരമ്പര്യമായി ലഭിച്ചവർ. നിയമപരമായ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾ മരണപ്പെട്ടാൽ അത് അയാളുടെ അനന്തരാവകാശികൾക്ക് ലഭിക്കും. എന്നാൽ ഈ മാറ്റം 90 ദിവസത്തിനുള്ളിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിച്ച് രേഖകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. 3. സർക്കാർ സ്ഥാപനങ്ങളും മ്യൂസിയങ്ങളും സർക്കാർ അംഗീകൃത മ്യൂസിയങ്ങൾക്കും വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്കും പഠന ആവശ്യങ്ങൾക്കായി ആനക്കൊമ്പ് സൂക്ഷിക്കാൻ അനുമതിയുണ്ടാകും. വനം വകുപ്പിന്റെ കർശനമായ മേൽനോട്ടത്തിലായിരിക്കും ഇത്. 4. വനം വകുപ്പ്. പിടിച്ചെടുക്കുന്ന ആനക്കൊമ്പുകളും സ്വാഭാവികമായി ചരിഞ്ഞ ആനകളുടെ കൊമ്പുകളും സൂക്ഷിക്കാനുള്ള പൂർണ്ണ അധികാരം വനം വകുപ്പിനാണ്. ഇവ സർക്കാർ സ്വത്തായിട്ടാണ് കണക്കാക്കുന്നത്.